അൽഫോൻസാമേ, നിൻ പുണ്യഗീതങ്ങൾ പാടുന്നേ, നിർമ്മല സ്കൂളിൻ സ്നേഹത്താളത്തിൽ. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. നിർമ്മല അൽഫോൻസ വേവ്സിന്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അൽഫോൻസ വേവ്സ് ഇന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയുന്നത് മനോഹരമായ ഒരു കഥയാണ്. ഇന്നത്തെ കഥ നിങ്ങളിലേക്ക് എത്തിക്കുന്നു അമാൻഡ ഷിൻഡോ. നിങ്ങൾക്ക് ഞാൻ ഇന്ന് ഒരു കഥ പറഞ്ഞു തരട്ടെ. പണ്ട് കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് മീനച്ചിലെ ആന്ത തീരത്ത് ഒരു കൊച്ചു ഗ്രാമത്തിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു. വളരെ ഉത്സുകമതിയും ചുറുചുറുക്കവുമുള്ള ഒരു കുട്ടി. അതാണ് അന്നക്കുട്ടി, അതായത് നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്ന വിശുദ്ധ അൽഫോൻസാമ. അവൾക്ക് ചെറുപ്പത്തിലെ അവളുടെ അമ്മ നഷ്ടപ്പെട്ടതിനാൽ അവളെ നോക്കിയത് അവളുടെ പേരമ്മയാണ്. അവൾക്ക് മറ്റുള്ള കുട്ടികളെ പോലെ ആഭരണങ്ങൾ അണിയാനോ ഒന്നും ഇഷ്ടമല്ലായിരുന്നു. അവൾക്ക് ഒരു അടിപൊളി കൂട്ടുകാരൻ ഉണ്ടായിരുന്നു. അതാരാണെന്ന് അറിയാമോ? അതാണ് ഈശോ, അവളുടെ സ്വന്തം ഈശോ. അവൾക്ക് കല്യാണം കഴിക്കാൻ പ്രായമായപ്പോൾ അവളുടെ വല്യമ്മയ്ക്ക് അവളെ നല്ലൊരു കല്യാണം കഴിച്ചു വിടണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. എന്നാൽ അന്നക്കുട്ടിക്ക് അതിനൊന്നും താല്പര്യമില്ലായിരുന്നു. ഒരു ദിവസം അവളുടെ വല്യമ്മ അവളോട് പറഞ്ഞു, നിനക്ക് നല്ലൊരു കല്യാണാലോചന വന്നിട്ടുണ്ട്. നല്ലൊരു തറവാടാണ്, നിന്നെ ഞാൻ കല്യാണം കഴിച്ചു വിടാൻ പോവുകയാണ്. കേട്ട പാതി കേൾക്കാത്ത പാതി അന്നക്കുട്ടി മുറിയിലേക്ക് പോയി ഈശോയോട് പ്രാർത്ഥിച്ചു, എനിക്ക് അങ്ങേ മാത്രം മതി, എനിക്ക് വിശുദ്ധ ത്രേസ്യനെ പോലെ ഒരു കന്യാസ്ത്രീ ആവണം. ദിവസം അവൾ അടുക്കളയിലേക്ക് ചെന്നു. അവിടെ നെല്ല് പുഴുങ്ങാൻ വെച്ചിരുന്ന കുറെ തീക്കനലുകൾ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അവൾ പ്രാർത്ഥനയോടെ ധൈര്യത്തോടെ അതിലേക്ക് എടുത്തു ചാടി. അമ്മേ എന്നവൾ കരഞ്ഞു. അവളുടെ കാലുകൾ പൊള്ളി. അവളുടെ നിലവിളി കേട്ട് അവളുടെ വല്യമ്മ ഓടിയെത്തി. കാലുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റ അൽഫോൻസാമയുടെ നിശ്ചയദാർഢ്യത്തിന് മുൻപിൽ അവളുടെ വല്യമ്മയ്ക്ക് മുട്ടുമടക്കേണ്ടി വന്നു. അങ്ങനെ അൽഫോൻസാമ ബർണങ്ങാന കോൺവെന്റിൽ ചേർന്നു. അവൾ അൽഫോൻസാമ എന്ന പേര് അന്നേരമാണ് സ്വീകരിച്ചത്. എന്നാൽ കോൺവെന്റിൽ എത്തിയ ശേഷമാണ് അവളുടെ ജീവിതത്തിൽ സഹനങ്ങൾ കരിനിഴലായി വന്നത്. പനിയും വ്രണങ്ങളും കാരണം അവൾ കിടപ്പിലായി. ഒരു ദിവസം അവളുടെ കൂടെയുള്ള സിസ്റ്റർ ചോദിച്ചു, അൽഫോൻസ, ഈ കിടക്കയിൽ കിടന്നിട്ട് നിനക്ക് എങ്ങനെ ഇങ്ങനെ പുഞ്ചിരിക്കാൻ പറ്റുന്നു? അന്നേരം അൽഫോൻസാമ തൊട്ടടുത്തുള്ള ഒരു ഗോതമ്പ് വയലിലേക്ക് നോക്കി പറഞ്ഞു, ആ ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിഞ്ഞാലല്ലേ പുതിയ കതിരുകൾ ഉണ്ടാകൂ. ഈ സഹനങ്ങൾ ദൈവം എനിക്ക് തന്ന സമ്മാനങ്ങളാണ്. മറ്റുള്ളവരുടെ സങ്കടങ്ങൾ മാറാൻ വേണ്ടി ഈ സഹനങ്ങൾ ഞാൻ സന്തോഷപൂർവ്വം സഹിക്കുന്നു. അങ്ങനെ 36-ാം വയസ്സിൽ അൽഫോൻസാമ ഈ ലോകത്തോട് വിട പറഞ്ഞു. അൽഫോൻസാമേനെ ബർണങ്ങാനത്തെ കബറിടത്തിൽ അടക്കി. ധാരാളം കുട്ടികൾ അൽഫോൻസാമേനെ കാണാൻ വന്നിരുന്നു. അവരുടെ വിഷമങ്ങളും രോഗങ്ങളും എല്ലാം പറയുമായിരുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, ആ രോഗങ്ങളെല്ലാം അവർക്ക് മാറി കിട്ടുകയും ചെയ്യുമായിരുന്നു. നമുക്കും അൽഫോൻസാമയുടെ മാധ്യസ്ഥം യാചിക്കാം. നന്ദി. അടുത്തതായി അൽഫോൻസാമയുടെ ഒരു സൂക്തമാണ്. സൂക്തവുമായി എത്തുന്നു ആഞ്ചലോ ജേസൺ. കൊടുക്കുന്നതിലാണ് എനിക്കിഷ്ടം, ലഭിക്കുന്നതിലല്ല. മുഖസ്തുതി പറയുന്നവരിൽ ഞാൻ ഒഴിഞ്ഞു മാറും. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുന്നു. കൂടുതൽ വിശേഷങ്ങളുമായി നാളെ കാണാം. അതുവരേക്കും ബൈ ബൈ. സുഗന്ധം നീ കുടമാളൂരിൽ തളിർത്തവല്ലരേ, മുത്തുച്ചിറയിൽ വളർന്ന പൂമുട്ടേ, താരമടത്തിൽ വിരിഞ്ഞ നറുമലരേ, ഭൂമുഖമാകെ നിറഞ്ഞ സുഗന്ധം നീ. വിശുദ്ധരാമൽഫോൻസേ പ്രാർത്ഥിച്ചിടണമേ, ഭാരത
ഉയർത്തണമേ. വിശുദ്ധയാമൽഫോൻസേ പ്രാർത്ഥിച്ചിടണമേ. ഭാരതമന്യൻ യാതനകൾ നിന്നിൽ